നമസ്കാരം കൂട്ടുകാരെ, താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ മുളക് പഴുത്തിട്ടില്ലേ, ആ മുളക് ഞാൻ വിനാഗിരും ഉപ്പും കൂടി ചേർത്തിട്ട് അതിലിട്ട് വെച്ചിട്ടില്ലാന്ന്. ഇത് വേനൽക്കാലത്ത് നട്ട മുളകിൽ നല്ലോണം മുളക് പഴുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേയെല്ലാം ഞാൻ ഉണക്കാൻ വേണ്ടി നോക്കി, അതൊന്നും ശരിയായിട്ടില്ല. ഈ മഴക്കാലം ആയതുകൊണ്ട് അതെല്ലാം മോശമായിപ്പോയി. അങ്ങനെ ഈ പ്രാവശ്യം കുറച്ച് മുളക് കിട്ടി, അത് ഞാനൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇല്ല ശ്രമത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് മഴയെല്ലാം പെയ്തുകൊണ്ട് നന്നായി കഴുകി അണക്കുന്നില്ല, കഴുകി എടുത്തിട്ടാണ് വേറെ. അപ്പോൾ അതിനെ നമുക്കൊന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഇതിന് പറ്റുന്നല്ല, ഉപ്പ് കുറച്ചും കൂടുതൽ തന്നെ വേണം. എന്നിരുന്നാലേ നമുക്ക് ഇതിനെ പിന്നെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നമ്മൾ മാങ്ങയിൽ ഉപ്പിലിട്ട് വെക്കുന്ന കണക്കെ അങ്ങനെ ഒരു 2 മൂടി വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് അന്നേരം തന്നെ തീ ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളം ഒന്ന് തീ മാച്ചു. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മുളകൊന്ന് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. മൊത്തം ഒന്നും കളയണ്ട കേട്ടോ, മൊത്തം കളഞ്ഞ് കഴിഞ്ഞാൽ അത് മോശമായി പോകും. അപ്പോൾ ഇങ്ങനെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് വെക്കാം. വെന്തും പോകാൻ പാടില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളത്തോട് കൂടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അടച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് അങ്ങനെ തണഞ്ഞ് വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ, നന്നായി തണുത്തു. ഇനി നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് വിനാഗിരും ഉപ്പും വെള്ളമെല്ലാം കൂടിയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇതിട്ട് തന്നെ നമുക്ക് ചമ്മന്തിയെല്ലാം അരക്കുമ്പോൾ ഇത് തന്നെ എടുത്ത് ചമ്മന്തിയെല്ലാം അരക്കാം. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് മുളക് എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ കൊണ്ടാട്ടം ആക്കുന്നില്ലേ, അത് കണക്ക് വറുത്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതൊന്ന് ഇതിൽ എടുത്തിട്ട് കുറച്ച് മാറ്റി വെച്ച് കുറച്ച് സമയം കഴിയണമെന്നേ. എന്നിട്ട് നമുക്ക് ഇതിനെ വറുത്തെടുത്താൽ കൊണ്ടാട്ടം കണക്ക് തന്നെ അത് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കി, അതുകൊണ്ടാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് ഈ ബൗളിൽ വെച്ചിട്ട് 1 മാസം കഴിഞ്ഞതിന് ശേഷമില്ലേ ഇതും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. 1 മാസം കഴിഞ്ഞതിന് ശേഷം ഇല്ല, അതാണ് ഒന്നും ആയിട്ടില്ല മുളക്, അത് കണക്ക് തന്നെ ഉണ്ടായിരുന്നു. ഉപ്പും പുളിയെല്ലാം പിടിച്ച് നന്നായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റി. കുറേ മുളക് നഷ്ടമായിപ്പോയി അപ്പോഴേക്ക് മുമ്പിൽ. മഴക്കാലം ആയതുകൊണ്ട് ഉണക്കാൻ നോക്കിയിട്ട് അതെല്ലാം പരാജയപ്പെട്ടു, കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.